ഇന്ന് ഞാനൊരു അമ്മൻകുടം നേർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേറെ എവിടെയല്ല, എൻ്റെ സ്വന്തം ദേശമായ മുഖത്തലയിലുള്ള ചെമ്പകശ്ശേരി മഹാദേവൻ എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരു മൂർത്തിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു അമ്മൻകുടം നേർച്ച തുടങ്ങിയാണ് ഈ ചെമ്പകശ്ശേരി അമ്പലത്തിൽ വന്നു ചേരുന്നത് കേട്ടോ. അപ്പം ആ ഒരു ദേശത്തിലുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു അമ്മൻകുടം നേർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നല്ല ഒരു 2 ദിവസം വ്രതമൊക്കെ നിന്ന് അതിനുശേഷമാണ് ഈ ഒരു കുടം എടുക്കുന്നത് കേട്ടോ. അപ്പം ദേവിക്കും എടുക്കാം, നമുക്ക് മഹാദേവനും എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മഹാദേവനാണ് ആ ഒരു അമ്മൻകുടം നേർച്ചയിൽ വേണ്ടിയിട്ട് ആ കുടം എടുത്തത്. അപ്പം ആ ഒരു കുടവും കാര്യങ്ങളൊക്കെ താണ്ടെ അവരത് തിരുമേനിമാരതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ആ റെഡ് കളറുള്ളത് ദേവിക്കും ആ ഒരു ബ്ലൂ കളറുള്ളത് മഹാദേവനും എടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ 2 ദിവസം മുമ്പേ പോയി അമ്പലത്തിൽ പോയി കാപ്പൊക്കെ കെട്ടണമായിരുന്നു. അപ്പം ഞാൻ കാപ്പൊക്കെ പോയി കെട്ടി 2 ദിവസം ഫുൾ വ്രതമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനുണ്ടായിരുന്നു, ലക്ഷ്മി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. അപ്പം ചെണ്ടമേളമൊക്കെ തുടങ്ങി. അപ്പം 2 സ്റ്റെപ്പായിട്ടാണ് അമ്മൻകുടം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ തലയിലാണ് ഈ കുടം കൊണ്ടുപോകുന്നുള്ളത്. അപ്പം നമ്മൾ ആ തലയിൽ ഇങ്ങനെ താണ്ട ഓരോരുത്തരും കെട്ടി വെച്ചിരുന്നത് അതേപോലെ നമ്മൾ കെട്ടിയൊക്കെ വെക്കണമായിരുന്നു കേട്ടോ. അപ്പം ഞാനും അങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഏകദേശം ഒരു 6 മണി 6:45 ഇവിടുന്ന് ഈ ഒരു ഇത് തുടങ്ങുന്നത് ചെണ്ടമേളത്തിൻ്റെയും മുത്തുക്കുടയുടെയും ഒക്കെ അകമ്പടിയോട് കൂടിയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരിക്കുന്നത്. അപ്പം ഞാനും താണ്ടി തലയിൽ ഇതൊക്കെ കെട്ടി. അപ്പം ഞങ്ങൾ ആ ഒരു വ്രതത്തിൻ്റെ ആ ഒരു ശുദ്ധിയിലും ദൈവത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരാഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവസാനം അമ്മൻകുടമൊക്കെ എടുത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്കുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ചെമ്പകശ്ശേരി അമ്പലത്തിൽ വന്നു. അമ്മൻകുടം എല്ലാം അവിടെ നിറച്ചു. അവിടെ ഭഗവാൻ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയും നല്ല പയറും നല്ല കണ്ണിമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാനിത് കുടിക്കുന്നുണ്ട്. ഒരുപാട് നാളായി. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാളായി കുടിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നിരിക്കും.